Hello guys, hello, welcome to my class. സുഖം വിശ്വസിക്കുന്നു. സോ എവിടെ എല്ലാവരും? ആരും കാണുന്നില്ല, കമന്റ്സിലൊന്നും കാണുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എക്സാം അടുത്ത് വരികയാണ് അല്ലേ? എക്സാം ആവാനായില്ലേ? അതിൻ്റെ പഠിപ്പിലായിരിക്കില്ല എല്ലാവരും അല്ലേ? ഓക്കെ, കമോൺ ഗൈസ്, വരൂ. സമയമായി. ഇംഗ്ലീഷിൻ്റെ മക്കളൊക്കെ എവിടെ? കോമൺ പേപ്പേഴ്സിൻ്റെ ഒക്കെ കുട്ടികൾ എവിടെ? കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടിപൊളി ക്ലാസ് എടുക്കാൻ പോവാം. ഓക്കെ, ക്ലാസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. പിന്നെ കൂടാതെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വിചാരിക്കുന്ന ഒരു വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഓടിപ്പാഞ്ഞ് വരികയാണ്. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. ഓക്കെ, അത് വിചാരിക്കരുത്. ഓക്കെ, നമുക്ക് എന്താ വെച്ചാല് ഇതിന്റെ ഞാൻ കുറച്ച് ടോപ്പിക്സ് കാര്യങ്ങൾ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് തരുന്നത്, കാരണം നമുക്ക് അധിക രീതിയിൽ ഇങ്ങനെ തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, കാരണം സിമ്പിൾ ആക്കിയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് കുറെ ചിലത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പോയിന്റ് തന്നിട്ട് അതിന്റെ കാര്യം മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തുടങ്ങാം. ഉഷാറല്ലേ? ഓക്കെ മക്കളെ, ഓക്കെ. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് പേപ്പേഴ്സ് ആണ്. 8 പേപ്പേഴ്സ് അധികം ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കുറച്ച് പേപ്പേഴ്സ് മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന പേപ്പർ നന്നായിട്ട് നോക്കിയോ. അതിനകത്ത് നന്നായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റീതിങ്കിങ് ഡെവലപ്മെന്റ്, ടൂറിസം ആൻഡ് ആന്ത്രോപോളജി, ആൻഡ് ദെൻ ഇ ഗവേണൻസ്. ഇത്രയും പേപ്പേഴ്സ് ആണ് ഞാൻ നോക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ഓരോന്നിട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ, എവിടെ കുട്ടികളൊന്നും കാണുന്നില്ലേ? എവിടെ? 7 മണിയായില്ലേ? സമയം 7 മണിയായി. ചായക്കെ കുടിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണോ? ആണോ? അല്ലല്ലോ, ഇനി ക്ഷീണിക്കാനൊന്നും സമയമില്ല കേട്ടോ, കാരണം പഠിക്കാൻ സമയമായിട്ടുണ്ട്. കാരണം വളരെ ലേറ്റാണ്. നമ്മളിപ്പോഴും ഓരോ കാര്യങ്ങൾ തുടങ്ങാനുണ്ട്. സമയമെടുത്താൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം അല്ലേ? അതല്ലേ നമ്മളെ മെയിൻ ഉദ്ദേശം. മാർക്ക് വാങ്ങുക, പാസ്സാകുക. നല്ല മാർക്ക് വാങ്ങണേ. ജസ്റ്റ് പാസ് മാർക്ക് മാത്രം പോരാ, കാരണം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് തന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ സംഭവം പൊളിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഞാൻ തുടങ്ങുന്ന ഏത് വെച്ചിട്ടറിയോ? ബാൻ 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, വൺ ഓഫ് ദ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ. കാരണം ഈ ഒരു പേപ്പർ സത്യം പറയുകയാണെങ്കിൽ ഒരു നമുക്ക് പബ്ലിക്കായിട്ട് കുറേ അവയർനെസ് കിട്ടും. ഞാൻ ഇതിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടി അറിവ് കിട്ടും ഈ ഒരു ക്ലാസ്സുകളിൽ. കാരണം സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാം. ഓക്കെ, ഭയങ്കര രസമായിട്ട് പഠിക്കട്ടോ. കാരണം നിങ്ങൾ ബോറടിപ്പിക്കൊന്നുമില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ തരുന്നുള്ളൂ മക്കളെ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പിഡമോളജിനെ പറ്റിയിട്ട് വളരെ ഷോർട്ടാക്കിയിട്ട്, വളരെ സിമ്പിൾ ആക്കിയിട്ട്, ചെറിയൊരു വളരെ സിമ്പിളായിട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. സോ എന്താണ് എപ്പിഡമോളജി എന്താണെന്ന് പഠിക്കേണ്ട ആദ്യം അല്ലേ? ഇതിനകത്ത് മെയിനായിട്ട് 2 കാര്യങ്ങൾ പഠിക്കാണ്ട്. കേസ് സ്റ്റഡി എന്ന സാധനം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോണ്ട്, കേസ് സ്റ്റഡി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേസ് സ്റ്റഡി നോക്കി വെക്കേണ്ടതാണ്. കാരണം എന്താണ് കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ അത് വലിയൊരു ബ്രാഞ്ച് തന്നെയാണ്. ഇന്ന് അപ്ലോഡ് ചെയ്യുന്നു തോന്നുന്നു, അതിനെപ്പറ്റി ചെറിയൊരു ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് 2 different groups that having a same diseases. അപ്പോൾ ഒരേ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, പക്ഷേ അവർക്ക് ഒരേ ഡിസീസ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലങ് ക്യാൻസേഴ്സ് ഒക്കെ വരില്ലേ, ലങ് ക്യാൻസറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലേ? അപ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണോ അതോ സ്മോക്ക് ചെയ്യാത്ത ആൾക്കാർക്കാണോ, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് എന്തിനു പറയാം, കേസ് സ്റ്റഡി എന്ന് പറയാം. അപ്പോൾ ഈ കേസ് സ്റ്റഡി വലിയൊരു ടോപ്പിക്കാണ്. ഇതിൽ മാത്രമല്ല, പല ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു കേസ് സ്റ്റഡിയെ പറ്റി പഠിക്കുന്ന റിസർച്ചാണ്. ഒരു ടീം സ്റ്റഡീനെ, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് സ്റ്റഡീനെയാണ് ഇത് പറയുന്നത് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. സോ നമ്മൾ അധികം അങ്ങോട്ടൊന്നും വലിച്ചു വരുന്നില്ല, കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കാൻ പോവുകയാണ്. കേസ് ഓക്കെ, എപ്പിഡമോളജി.
Epidemiology is a branch of public health that studies disease and how it spread among the human and non-human population. So നമ്മൾ ഈ ഒരു എപ്പിഡമോളജിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് എപ്പിഡമോളജി ആദ്യം എഴുതണം. പബ്ലിക് ഹെൽത്തിന് എപ്പിഡമോളജി എന്താണ് എപ്പിഡമോളജി ആദ്യം എഴുതണ്ടേ അല്ലെ? ഞാൻ അതിനകത്ത് വളരെ എന്താ പറയാ എഴുതേണ്ട കാര്യങ്ങൾ മാത്രം എങ്ങനെ എഴുതണം എന്ന ടിപ്പ് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. അധിക രീതിയിൽ വൈഡാക്കി പറഞ്ഞു തരുന്നില്ല കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്, അല്ലാണ്ട് ക്ലാസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇരുന്ന് കണ്ടാൽ സംഭവം അടിപൊളി. രണ്ടും കൂടി കാണാം. ഇതും രണ്ടും കൂടി കമ്പയർ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് അടിപൊളിയായിട്ട് കിട്ടും. അടിപൊളി നിങ്ങൾ പാസ്സാവാം. ഓക്കെ. So, epidemiology is a branch of public health that studies disease and how it spread among the human and non-human population. So, എന്താണ് epidemiology ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ? It's a study. ഇതൊരു studies of disease and how it spread among humans and non-human population. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷനും നോൺ ഹ്യൂമൻ പോപ്പുലേഷനും എങ്ങനെയാണ് ഈ ഡിസീസ് എത്തുന്നത് എന്നിപ്പറ്റി സ്റ്റഡി ചെയ്യാൻ എന്ത് പറയാ? എപ്പിഡമോളജി എന്ന് പറയാം. ഓക്കെ. അത് എപ്പിഡമോളജി എഴുതുമ്പോൾ അത് ഈ സാധനം എഴുതി വെക്കണം. ഓക്കെ. Then the goal is to use that understanding to help control. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ? കൺട്രോളിനെ പറ്റിയിട്ട് goal to use that understanding the help of control. അതിനാണ് ഈ എപ്പിഡമോളജി സ്റ്റഡീസ് ഉള്ളത്. ഓക്കെ. ഇനി and it limit the spread of pathogens and negative health problems. So ഇത് എന്ത് റെസ്ട്രിക്ട് ചെയ്യും? എന്താണ് ഇതിന്റെ മെയിൻ പോയിന്റ്? രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കും. ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡ് ഓഫ് പാത്തോജൻസ് ആൻഡ് അതർ നെഗറ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ്. സോ പാത്തോജൻസും അതേപോലത്തെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഇത് മാറ്റിത്തരും എന്നാണ് പറയുന്നത്. സോ ഞാൻ ഈ ലൈവ് സെഷൻ എടുക്കുന്നത് എന്താണെന്നറിയോ? ഈ എല്ലാ ഞാൻ പറഞ്ഞ മെൻഷൻ ചെയ്ത എല്ലാ കോഡിനും സെക്കൻഡ് ബ്ലോക്കാണ് എടുക്കുന്നത്. യു ജിയിലെ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് ബ്ലോക്ക് മാത്രമാണ്. അല്ലെ 2 സോ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന ഓരോ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് 2 നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ ആണ് അനലൈസ് ചെയ്യുന്നത് നോക്കിയാലോ. ഒന്നാമത് സൈക്കോളജിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ പബ്ലിക് ഹെൽത്ത്. അതാണ് ബ്ലോക്ക് 2ന്റെ പേര്. ഓക്കെ. ബ്ലോക്ക് 2ന്റെ പേരെന്താ? സൈക്കോളജിക്കൽ ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ്. എങ്ങനെയുണ്ട്? അടിപൊളി പേരല്ലേ? സോ ഇന്ന് ഏതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ഏതൊക്കെ യൂണിറ്റ്സാ നോക്കണ്ടേ? യൂണിറ്റ് 5 ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ഓൺ ഹെൽത്ത് ആൻഡ് ഇൽനെസ് അതാണ് യൂണിറ്റ് 5. യൂണിറ്റ് 6 വരുന്നത് തിയറി ആൻഡ് മെത്തേഡ് ഓഫ് പബ്ലിക് ഹെൽത്ത് അതാണ് യൂണിറ്റ് 3 വരുന്നത്. 6 വരുന്നത്. യൂണിറ്റ് 7 the management of healthcare public program by Indian government and NGOs. So management of healthcare public health program by ആരാണ്? ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് NGOs. ഇതാണ് ടോപ്പിക്സ്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. What are the social determinants of the health and how can they define? ഇങ്ങനെയൊക്കെ ചോദ്യം വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നോക്കിയിരിക്കരുത്. ഓക്കെ. ആദ്യം നമ്മൾ എപ്പിഡമോളജിനെ പറ്റി കുറച്ച് എഴുതണം. ആൻഡ് ദ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൗ എന്താണ് എന്തൊക്കെയാണ് സോഷ്യൽ ഡിറ്റർമൈൻസ് ഇവിടെ ഓഫ് ഹെൽത്തിൽ വരുന്ന ഇഷ്യൂസ് ആൻഡ് ഹൗ ക്യാൻ ബി ഡിഫൈൻ എങ്ങനെ നമുക്കത് വിശദീകരിക്കാം. സോഷ്യൽ റിലവൻ്റ് ആയിട്ടൊരു ചോദ്യം കൂടിയാണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചോദ്യം കൂടിയാണ്. എന്തൊക്കെയാണത് നോക്കണ്ടേ? എവിടെ ആരും കാണുന്നില്ലല്ലോ. കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. കമോൺ, ലേറ്റ് ആക്കരുത്. അപ്പോൾ ആൻസർ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് ഗൈസ്. The social determinants of health are the conditions in which people are born, live and work, including access to health care. അപ്പോൾ ഹെൽത്ത് കെയറിൽ ആക്സസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് നടക്കുള്ളൂ? Including access of healthcare, social determinants of health are conditions which have people are born, live. ഈ 2 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഈ സാധനങ്ങളൊക്കെ മറന്നു പോകരുത്. കാരണം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഈ ഒരു ആൻസർ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ആർ ദ കണ്ടീഷൻ വിച്ച് പീപ്പിൾ ആർ ബോൺ ഓർ ലീവ് ഓൺ വർക്ക് ഇൻക്ലൂഡിംഗ് ആക്സസ് ടു ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദ ഡിറ്റർമിനൻസ് എൻകംപ്രൈസസ്
social, physical and economic factors along with government policies, programs and community aspects. So these determines ഇതൊക്കെ encompasses social, ഇതിലൊക്കെ എന്താ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? സോഷ്യൽ, physical, economic factors along with the government policies and program and community aspect. So ഇത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇനിയും ഡിഫൈൻ ചെയ്യാണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, സബ് പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് ബൈറ്റ് ആക്കാനുണ്ട്, കാരണം ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതും, കുറെ എഴുതാനുണ്ടാവില്ലേ. സോ നന്നായിട്ട് എഴുതാൻ അതിൽ കാര്യങ്ങളൊക്കെ കുറേ വൈഡാക്കിയിട്ടുണ്ട്, വൈഡായിട്ട് എഴുതാനുണ്ട്. ഇത് നമുക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു വിഷയത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത്, പബ്ലിക് ഹെൽത്ത് എപ്പിഡമോളജി അല്ലേ. സോ നമ്മളെ കൂടെ പോയിന്റ്സ്, നമ്മളെ ആ പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ ആവശ്യമാണ്. കാരണം നിങ്ങൾ ആ ഒരു സ്റ്റൈലും ഇതിനകത്ത് അത്യാവശ്യമാണ്. നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി ഇല്ലേ, എങ്ങനെ നിങ്ങൾ ആ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും കൂടി എഴുതണം. ബിക്കോസ് അതാണ് പബ്ലിക് ഹെൽത്ത് എപ്പിഡമോളജി. നിങ്ങൾ എന്താണ് നിങ്ങളെ ഫീഡ്ബാക്ക് കൂടി അറിഞ്ഞിരിക്കേണ്ടത് അവർക്ക്, നിങ്ങൾ എന്താണോ പഠിച്ചത് അല്ലേ, അത് മാത്രം പോരാ, നിങ്ങൾക്ക് എന്താണ് കണ്ടെത്തിയത് എന്നും കൂടി വേണം നോക്കണം അല്ലെ. അതല്ലേ അതിൻ്റെ ഒരു വൃത്തി അല്ലേ ഗൈസ്. സോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് എന്തൊക്കെ, സോഷ്യൽ, ഫിസിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എമംഗ് ദ ഗവൺമെന്റ് പോളിസി, പ്രോഗ്രാം ആൻഡ് കമ്മ്യൂണിറ്റി ആസ്പെക്ട്സ്. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ്, ദേ ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ ഹെൽത്ത് ത്രൂ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റ്. സോ ഇവരൊക്കെ എങ്ങനെ വരുന്നത്, ഇൻഫ്ലുവൻസ് ത്രൂ പോപ്പുലേഷൻ, they influence population health through social and physical environment. Social and physical environment through ആണ് അവരെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഹെൽത്ത് കെയറിലേക്ക് എങ്ങനെ വരുന്നു, ത്രൂ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ. ദ സോഷ്യൽ ഡിറ്റർമിൻസ് ഇൻക്ലൂഡിംഗ് റിസോഴ്സസ് ലൈക്ക് ഫുഡ്, ഹൗസിംഗ്, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, സോഷ്യൽ കണക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സ്ട്രാ. സോ സോഷ്യൽ ഡിറ്റർമിൻസ് ഇവർ ഫേസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സോഷ്യൽ ഡിറ്റർമിൻസ് ഇൻക്ലൂഡ്, ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും കുറേ വൈഡാക്കാനുണ്ട്. നിങ്ങൾ ഷോർട്ടാക്കി എഴുതരുത്, കാരണം ചിലപ്പോൾ ഒരു 300 മാർക്കിന് എസ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഇനിയും കുറെ കൂടെ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്, ഷോർട്ടാക്കിയതാണ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദ ഡിറ്റർമിൻസ് ഇൻക്ലൂഡിംഗ് റിസോഴ്സസ് ലൈക്ക്, ഇതിൻ്റെ അകത്ത് ഈ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഉള്ളത് എന്തൊക്കെയാ, ലൈക്ക് ഫുഡ്, ഹൗസ്, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, സോഷ്യൽ കണക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വളരെ ഇനിയും സബ് പോയിന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വൈഡാക്കാനുണ്ട്. ഇത് മെയിൻ പോയിന്റ്സ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ അല്ല. ഇതാണ് ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞേ. ഇനി ഇതിൻ്റെ അത് സബ് പോയിന്റ് ആയിട്ട് വാട്ട് സോഷ്യൽ ഡിറ്റർമിൻസ്, അവർ ഫേസിങ് ഡിറ്റർമിൻസ് എന്തൊക്കെയാ, അതൊക്കെയാണ് ഇത്. എഡ്യൂക്കേഷൻ, സെക്സ് റേഷ്യോ, ഫാമിലി, ഫ്രണ്ട്സ്, community, money, resources, education, skill, good work, employment, transportation, physical surroundings, access to food. So ഇതൊക്കെ ഈ സോഷ്യൽ ആയിട്ട് കണക്റ്റഡ് ആണ്, സോഷ്യൽ ഡിറ്റർമിൻസ് ആണ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതും നോക്കണം, സെക്സ് റേഷ്യോ, ഫാമിലി, ഫ്രണ്ട്സ്, അതൊക്കെ നമ്മൾ കണക്ഷൻ, ആ ഒരു കോണ്ടാക്ട് ആണ് അവിടെ കാണിച്ചു തരുന്നത് അല്ലേ. പൊതുവാണല്ലോ. മണി, റിസോഴ്സസ്, എഡ്യൂക്കേഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ടോ, സോറി, സ്കിൽസ്, ഗുഡ് വർക്ക്, എംപ്ലോയ്മെന്റ്, ട്രാൻസ്പോർട്ട്, ഫിസിക്കൽ സറൗണ്ടിങ്സ്, ആക്സസ് ഫോർ ഫുഡ്. സോ ഇത് ഓരോ കാര്യങ്ങളും വളരെ ഇത് പോയിന്റ് ആയിട്ടേ എഴുതിയിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ ആണേ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. Globalization has both positivity and negativity impact on health. Why? Justify. Globalization positive, both have positive and negative impact in health. Negative ആയിട്ടും പോസിറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടോ, അത് വിശദീകരിക്കാം. എങ്ങനെയാണ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു പബ്ലിക്കലി അവരെങ്ങനെ ഇൻവോൾവ് ആവുന്നു അത് സ്റ്റാർട്ട് ചെയ്യാം. കൺക്ലൂഡ് ഈ ബോഡിയുടെ അകത്ത് ഈ പറഞ്ഞ പോയിന്റ് ഏത്,
പോസിറ്റീവും നെഗറ്റീവ് ഇമ്പാക്റ്റും ഇൻക്ലൂഡ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പബ്ലിക്കലി എങ്ങനെ അവിടെ നിൽക്കുന്നു, പിന്നെ കൺക്ലൂഷൻ അവിടെ യൂസ് ചെയ്യുന്ന റെമഡീസ്. ഓക്കെ, കത്തിയോ? So, globalization affect trade relation and movement between countries. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ എഫക്ട്? അത് ആരെയാണ് എഫക്ട് ചെയ്യുന്നത്? ടു ട്രേഡ് റിലേഷൻ ആൻഡ് മൂവ്മെന്റ്സ് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പോൾ കൺട്രീസ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് competition, the search for new markets, technologies, advancement and the cooperation through the international organization. അപ്പോൾ ഇത് വരുന്ന ഒരു മോഡേണൈസേഷൻ ലെവലിലേക്കാണ്. ന്യൂ മാർക്കറ്റ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ദ കോപ്പറേഷൻ ത്രൂ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. സോ ആ ഒരു ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ഏരിയ, ഈ ഒരു ഗ്ലോബലൈസേഷൻ ഇൻവോൾവ് ആവുന്ന ഏരിയനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ആരൊക്കെ എന്നെ കണക്റ്റഡ് ചെയ്തത് അതൊന്നും പറയണം. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിലുണ്ട്. നമ്മളെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ സൈറ്റിലെത്തും, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇരുന്ന് കണ്ടാൽ കുറച്ചുകൂടി ക്ലാരിഫൈ ആവും. ദെൻ globalization change how people interact across physical, temporal and cognitive boundaries. So next point, ഞാൻ ഓരോ പോയിന്റ് ആയിട്ടാണ് ആയിട്ട്, കാരണം ഇത് വെറുതെ വലിച്ചു വാരി എഴുതരുത്. നിങ്ങൾ എഴുതുന്ന പോയിന്റ് റെലവെന്റ് ആയിരിക്കണം. റെലവെന്റ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, വെറുതെ വളവളാന്ന് അടിക്കാൻ പാടില്ല, കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. സോ ഹിയർ വി ക്യാൻ സീ globalization changes people interact across physical, temporal and cognitive boundaries. So എങ്ങനെയാണ് ഫിസിക്കലി, ടെമ്പോറിയൽ, കോഗ്നിറ്റീവ് ബൗണ്ടറീസ് എങ്ങനെയാണ് ഈ ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്യുന്നത് എഴുതിയിരിക്കണേ. അപ്പൊ ഞാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം ഓരോന്നായിട്ട് പറയാം, ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ മക്കളെ. Then it's lead to redefinition of various aspects of human society like economics, politics, culture and technology. So ഈ ഒരു ഗ്ലോബലൈസേഷൻ ആരൊക്കെ എഫക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് ലീഡ് ടു റീഡെഫിനിഷൻസ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. ഇപ്പൊ പല ആസ്പെക്ട്സിലേക്ക് നമ്മൾ ആ ഈ ഒരു ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. എവിടെ? ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ലൈക്ക് എക്കണോമിക്സ്, പൊളിറ്റിക്സ്, കൾച്ചർ, ടെക്നോളജി. സോ ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫീൽഡിലും ടച്ച് ചെയ്യണം കേട്ടോ. പല ഫീൽഡിലും ഈ ഒരു ഗ്ലോബലൈസേഷൻ ഉണ്ട്. സോ എല്ലാ ഫീൽഡും ഒന്ന് കവർ ചെയ്യുന്നത് ബെറ്റർ ആണ്, കാരണം വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് എഴുത്ത്, വലിച്ചു വാരി അവിടെ ഇവിടെ എഴുതരുത്. കാര്യങ്ങൾ വ്യക്തമായിരിക്കണം, റെലവെന്റ് ആയിരിക്കണം. ഓക്കെ, globalization facilitates the development of new technology and skill, promoting policy coherence. അപ്പോൾ globalization facilitates the development of new knowledge. അപ്പോൾ പുതിയ ടെക്നോളജി, പുതിയൊരു അറിവിന്റെ ആൻഡ് സ്കിൽ, പ്രൊമോട്ടിംഗ് പോളിസി കോൺഹിയർ, അതൊക്കെയാണ് ഇതിൽ വരുന്ന പോയിന്റ്. ആൻഡ് ദെൻ കോൺട്രിബ്യൂട്ട് ദ ഗ്ലോബൽ ഹെൽത്ത് ഗുഡ്സ്. അപ്പോൾ ഇനി ഇത് കുറച്ച് പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോയിന്റിലേക്ക് കടക്കണം അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് കടക്കണ്ടേ ഇനി. സോ ഹിയർ വി ക്യാൻ സീ globalization has negatively affected local knowledge and resources. അപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ പല രീതിയിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ? ലോക്കൽ നോളജിലും റിസോഴ്സസും പല തരത്തിൽ നമുക്ക് ഇതിന്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എക്സാമ്പിൾ, എവിടേക്കാണ് ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്? നമ്മൾ സാധാരണ കഴിക്കുന്ന ഗ്ലോബൽ ഫുഡ് ചെയിൻ. നമ്മൾ ഫുഡ് ചെയിൻ എങ്ങനെയാ? പറ്റപ്പതല്ലേ? മക്കൾക്കാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ ബർഗർ ഇല്ലാണ്ട് ഇറങ്ങൂല. KFC കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ കുറച്ചുകൂടി ഈ ജങ്ക് ഫുഡ്സ് ആണ് നമ്മളിപ്പോൾ ട്രെൻഡ് ചെയ്താണല്ലോ. ജങ്ക് ഫുഡ്സ് ഇല്ലാണ്ട് കുട്ടികളൊന്നും ഇല്ല. അപ്പൊ ജങ്ക് ഫുഡ്സിന് മുകളിലാണ് എല്ലാവരും ആ ഒരു, നമ്മൾ ഉച്ചയ്ക്ക് ചോറില്ലെങ്കിൽ ഇത് കഴിച്ചിരിക്കും. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. സോ എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് ഡോമിനൻസ് ഓഫ് ഗ്ലോബൽ ഫുഡ് ചെയിൻ ലൈക്ക് മെക്ഡോണൽഡ്സ്, KFC, low cuisine, especially among the adolescents and urban people. So എവിടെ വരുന്നത് ഈ ഒരു കാര്യം എഫക്ട് ചെയ്യുന്ന ആർക്കൊക്കെയാ? നോട്ട് ചെയ്ത് നോക്കണേ. കാരണം ഈ ഗ്ലോബലൈസേഷൻ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അർബൻ പീപ്പിൾസിനാണ്. സോ അർബൻ പോപ്പുലേഷൻ, സോ ഇറ്റ്സ് എഫക്റ്റഡ് ടു അഡോളസെൻസ് ആൻഡ് അർബൻ പോപ്പുലേഷൻസ്. സോ ആ ഒരു ടീമിനെ, ആ ഒരു പീരീഡ്, ആ ഒരു ഏജിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ,
നല്ല വേർക്കുന്നുണ്ട്, ചൂടല്ലേ, എന്താ ചൂടില്ലേ. നെക്സ്റ്റ്, the popularity of fast food culture has led to health issues of PCOD. ഇപ്പൊ എല്ലാ ആൾക്കാർക്കും, ഐ തിങ്ക് കൂടുതൽ സ്ത്രീകൾക്ക് വരുന്ന ഒരു വിഷയമാണ് PCOD. സോ PCOD എങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ ആൻസർ. നമ്മളെ ഗ്ലോബലൈസേഷൻ, നമ്മളെ ഫുഡ് ചെയിൻ എങ്ങനെ ഉണ്ട് അത് നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു PCOD വരുന്നത്. സോ പോപ്പുലാരിറ്റി ഓഫ് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഹാസ് ലീഡ് ടു ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് PCOD. മനസ്സിലായല്ലോ. ഫാസ്റ്റ് ഫുഡ് ആണ് ഇതിന് കാരണം. അതിന്റെ കൾച്ചർ, നമ്മൾ ആ ഒരു ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കൾച്ചർ ആൻഡ് ഒബ്സസി പെർട്ടിക്കുലർലി അമംഗ് ദ യങ് പീപ്പിൾ. കൂടുതൽ വരുന്ന ആർക്കാണ് യങ് പീപ്പിൾ, ആ ഒരു യൂത്തിനാണ്. കാരണം അവരാണ് ട്രെൻഡി ആവുന്നത് അല്ലെ, യൂത്താണ് ഇപ്പോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇനി examine the relevance of social network and social support model in altering adolescents behavior. ഇതൊരു പബ്ലിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങൾക്ക് വൈഡ് ആയിട്ട് എഴുതാൻ പറ്റിയൊരു ആൻസറും വേണം ഇതിൽ. എക്സാമിൻ ദ റെലവൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സപ്പോർട്ട് മോഡൽ. സോഷ്യൽ നെറ്റ്വർക്കിന് റെലവൻസ് ആണ് കേട്ടോ. സോ നോട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയാലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ മതി. ഇൻ ആൾട്ടറിങ് അഡോളസൻസ് ബിഹേവിയർ. അപ്പൊ അഡോളസൻസ് ബിഹേവിയറിൽ നേരിടുന്ന ആ ഒരു പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ ആൾക്കാർ കുറവാണല്ലോ. കമോൺ, വരൂ ഗൈസ്. സോഷ്യൽ റിലേഷൻഷിപ്പ് ഗ്രേറ്റ്ഫുള്ളി ഇൻഫ്ലുവൻസ് ഹെൽത്ത് ബിഹേവിയർ ആണല്ലോ അല്ലെ. ആ ഒരു റിലേഷൻഷിപ്പ് എന്തിനെ ബാധിക്കുന്നു? ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. എവിടെയൊക്കെ? പല തരത്തിൽ. ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യണേ. ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ? refers to connection of individual have other. സോ ആ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എങ്ങനെ അത് മിങ്കിൾ ആയിട്ടുണ്ട് നമ്മളെ പോപ്പുലേഷൻ എന്നും കൂടി ഇതിൽ മെൻഷൻ ചെയ്യണം. ഇത് വൈഡ് ആക്കി, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നന്നായിട്ട് വൈഡ് ആക്കിയിട്ടില്ല, സിമ്പിൾ ആക്കി എഴുതിയതാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ, ടൈം വളരെ കുറവായത് കൊണ്ടാണ്. സോ സോഷ്യൽ റിലേഷൻഷിപ്പ് ഗ്രേറ്റ്ഫുള്ളി ഇൻഫ്ലുവൻസ് ഹെൽത്ത് ബിഹേവിയർ. ആ ഒരു റിലേഷൻഷിപ്പ് എവിടെയാണ്? ഹെൽത്ത് ബിഹേവിയറിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റാറ്റസ്, നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. റെഫർ ടു ദ കണക്ഷൻ ടു ഇൻഡിവിജ്വൽ ഹാവ് അതർ അറൌണ്ട് ദം. സോ ആ ഒരു ഏരിയ, ദ നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്ക് റെഫേഴ്സ് ടു കണക്ഷൻ ഇൻഡിവിജ്വൽ ഹാവ് വിത്ത് അതേഴ്സ് അറൌണ്ട് ദം. അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരും ഇതിൽ റിലവന്റ് ആണ്. Social networks serve various functions like social influence, companionship, support. So ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ എന്തൊക്കെ വരുന്നുണ്ട്? വാരിയസ് ഫംഗ്ഷൻ, പല തരത്തിൽ ഫംഗ്ഷൻ. ഏതൊക്കെ? സോഷ്യൽ ഇൻഫ്ലുവൻസ്, കമ്പാനിയൻഷിപ്പ്, സപ്പോർട്ട്. സോ മക്കളെ നോട്ട് ചെയ്ത് വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ എഴുതാൻ വിട്ടുപോകരുത്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല, ഇത് പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. The social capital, a concept introducing in 1990. So എപ്പോഴാണ് ഇത് തുടങ്ങിയത് എന്നും എഴുതി വെച്ചാൽ നന്നാവും, മാർക്ക് അങ്ങോട്ട് കിട്ടും. It refers to the resources and norms arising in the social network. Social networks അല്ലേ റിസോഴ്സസ് എങ്ങനെയാന്ന് നോക്കിയിട്ടാണ്. Refers to the resources and the norms arising social networks. അവിടെ കിട്ടുന്ന ആ ഒരു എന്തൊക്കെയാണ് നമുക്കിതിൽ കിട്ടുന്നത് അതൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. The health inventions based on social networks and support model involve enhancing existing connections, developing new network. ഉദ്ദേശം എന്താ? ഡെവലപ്പിംഗ്. സോ ആ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഇവിടെ മെൻഷൻ ചെയ്യണം. എന്താണ് അവിടെ നമ്മൾ കണ്ടെത്തിയത് കൂടാതെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നതും എന്നും കൂടി മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. സോ ഡെവലപ്പിംഗ് ന്യൂ നെറ്റ്വർക്ക്സ് and utilizing community helpers. Then negative interpersonal interactions such as mistrust, criticism. So എന്തിലും എല്ലാ ക്ലാസ്സിലും പറയലുണ്ട്, ക്രിറ്റിസിസം എല്ലാ വർക്ക്സിനും ഉണ്ടാവാറുണ്ട്. സോ ക്രിറ്റിസിസം ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ബെറ്റർ ആയിരിക്കും. ഇതിനെതിരെ ആൾക്കാർ ചെയ്ത ക്രിറ്റിസിസം, എന്തൊക്കെ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. So mistrust and criticism are എന്തൊക്കെയാണ്? Strongly linked to negative mood. So
ഇത് എന്തായാലും കണക്റ്റഡ് ആണ്, ലിങ്ക്ഡ് വിത്ത് നെഗറ്റീവ് മൂഡ്, ഡിപ്രഷൻ ആൻഡ് റിസ്കി ബിഹേവിയേഴ്സ് ലൈക്ക് സബ്സ്റ്റൻസസ് അബ്യൂസ്. സോ ഈ ഒരു മേഖല സ്ട്രോങ്ലി ലിങ്ക്ഡ് വിത്ത് നെഗറ്റീവ് മൂഡിലും എങ്ങനെയാണ് creation of a negative mood, depression, risky health behavior like substance abuse. So നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അല്ലെ, മൂഡ് സ്വിങ്സ്, അതേപോലെ ഡിപ്രഷൻ മരുന്ന് കുടിക്കുന്ന കുട്ടികൾ അപ്പോഴും ഉള്ളത്, ചെറിയ മക്കൾക്ക് വരെ ഡിപ്രഷൻ എന്ന വാക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു അത് മിണ്ടാനും കൂടി പറ്റാത്തൊരവസ്ഥ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ബിഹേവിയേഴ്സ് ലൈക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് ഇത് മസ്റ്റ് ആണ്. ഇനി അടുത്തത് എന്താ, examine the challenges and prospects of Indian healthcare system. Indian healthcare system face ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് മക്കളെ പഠിച്ചിരിക്കണം. കാരണം ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. കാരണം നമ്മൾ ആദ്യം ഇന്ത്യനെ പറ്റി പഠിക്കണം, ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെയാണ് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകേണ്ടത് അല്ലേ. സോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അല്ലേ, പ്രശ്നങ്ങളില്ലാത്ത നാടുണ്ടോ. സോ examine the challenges, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആര് ഫേസ് ചെയ്യുന്നത്, ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാ ചോദിച്ചങ്ങൾ എന്ത് എഴുതും, കുറച്ചൊക്കെ എഴുതിയിരിക്കണം അല്ലേ. So Indian healthcare system has developed significantly since independence, with network and primary secondary tertiary services from both public and private sectors. So Indian healthcare system has developed significantly since independence. ആ ഒരു എമർജൻസിന്റെ തുടക്കകാലം മറക്കരുത്, കാരണം കുറേ കാര്യങ്ങൾ അതിൽ എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ആ ഒരു സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങി എന്ന് ആദ്യം പഠിക്കണ്ടേ അല്ലേ. സിസ്റ്റം ഹാസ് ഡെവലപ്ഡ് സിഗ്നിഫിക്കൻറ്റ്ലി സിൻസ് ഇൻഡിപെൻഡൻസ് മുതലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. വിത്ത് നെറ്റ്വർക്ക് ഓഫ് പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി. അപ്പൊ മൂന്ന് തരത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്ന് എഴുതിയിരിക്കണം. സർവീസസ് ഫ്രം ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് achievements, longevity and key health indicators vary among the states. This example of Kerala having low maternal mortality rate compared to national average. So കേരളത്തിൽ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ആ ഒരു ഹെൽത്ത് കെയറിൽ ഡെവലപ്മെന്റ് കൂടുതൽ ഉള്ളത് എന്നും നോട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു എമർജൻസി, നമുക്കൊരു അഭിമാനം തോന്നില്ലേ, കുറവാണ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് എന്ന് പറയുമ്പോൾ, ലോവർ ദാൻ നാഷണൽ ആവറേജ്. സോ ഇതൊരു പബ്ലിക് എന്താ പറയാ ഒരു മാർജിന് പുറത്താണ് നമുക്കിത് പറയുന്നത്, അല്ല ആ ഒരു സർവേ റിപ്പോർട്ടിന്റെ പ്രകാരമാണ് ഇത് പറയുന്നത്. സോ ഇക്കാര്യങ്ങൾ ഇതിനകത്ത് കുറെ നമ്മൾ ഈ എപ്പിഡമോളജി എന്നൊരു ചാപ്റ്ററിനകത്ത് തന്നെ കുറെ ആ ഒരു ബുക്കിനകത്ത് തന്നെ കൂടുതൽ ഗ്രാഫ് കാര്യങ്ങളാണ് വരുന്നത് അല്ലെ. പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഗ്രാഫാണത്. പല എന്താ പറയാ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കറക്റ്റ് വൃത്തിക്ക് ഇതിൽ പറയുന്നത്. സോ ഇത് മെൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഹയർ ആയിട്ടും ഈ ഹെൽത്ത് കെയറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആ ഒരു സ്റ്റേറ്റും അതേപോലെ അവിടെ ഉണ്ടായ ലിറ്ററൽ ഡെവലപ്മെന്റും അതൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ചോദ്യം എന്താ വരുന്നത്, ചലഞ്ചസ് ആണ്. അപ്പൊ അവിടെ കുറച്ചുകൂടി ഇവിടെ ഒരു ഫേസ് ചെയ്ത പ്രശ്നങ്ങളെക്കാട്ടും അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണോ എന്നും കൂടി എഴുതേണ്ടതാണ്. So India successfully managed its population growth through the family of planning program since 1950. അപ്പോൾ 1950 മുതൽ ഇവര് തുടങ്ങിയിട്ടുണ്ട്. Then reduction in mortality rates was achieved through the services like anti-care vaccination and neutral support. അവർക്ക് കിട്ടിയ ആ ഒരു അച്ചീവ്മെന്റ്സ് എങ്ങനെയാണ്, മോർട്ടാലിറ്റി റേറ്റിലൊക്കെ കുറവ് കാണാൻ കാരണം എന്താണ്, ത്രൂ വാക്സിനേഷൻസ് അല്ലേ. നമ്മൾ കുത്തിവെപ്പ് അല്ലെ, മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു കൊറോണ സമയത്താണ് അല്ലെ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കുറെ പേര് സർവൈവ് ചെയ്തു, കുറെ പേര് മരണപ്പെട്ടു അല്ല. ഒരു കാലഘട്ടം ഇപ്പോഴും ഓർമ്മകളിലുണ്ട്, ആ ഒരു വാക്സിനേഷൻ അല്ലേ.
ആ ഒരു നാഷണൽ സപ്പോർട്ടും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. സോ ദ ന്യൂട്രൽ സപ്പോർട്ട് ആൻഡ് ദ നാഷണൽ സപ്പോർട്ട് ഇതിൽ രണ്ടും, അപ്പോൾ 2 പോയിന്റും ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇവിടെ ഫേസ് ചെയ്ത ചലഞ്ചസ് എങ്ങനെയാണ്? വൈൽ ഇൻഫെക്ഷൻ ഡിസീസ് ഹാവ് ഡിക്രീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലൈക്ക് ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ് ആർ ഇൻക്രീസിങ്. സോ ഒരു ചലഞ്ചസ് ഇതാണ് നോട്ട് ചെയ്ത് വെച്ചേ. സോ അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറഞ്ഞപ്പോൾ എന്ത് കൂടി? കാർഡിയോ ആൻഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. Then challenges faced by healthcare. എന്തൊക്കെ പ്രശ്നങ്ങൾ നോക്കാം? Healthcare policies, diversion of fund, inadequate inter-sector coordination, the rural-urban disparities. So including neglecting the public policies. ഒന്നാമത്തെ ചലഞ്ച് ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ്, ഫണ്ടില്ല. inadequate in the infrasection of coordination, ആ ഒരു കോർഡിനേഷൻ, ലാക്ക് ഓഫ് കോർഡിനേഷൻ നമ്മൾ കാണാൻ സാധിക്കും. ദെൻ ദ റൂറൽ ആൻഡ് അർബൻ ഡിസ്പെരിറ്റീസ്. സോ ഹിയർ വി ക്യാൻ സീ ഇന്റഗ്രേഷൻ ഓഫ് ആയുഷ് സിസ്റ്റം. ആയുഷ് സിസ്റ്റത്തിനെ പറ്റി അറിയോ? കുറച്ചൊക്കെ അറിയാലോ അല്ലേ? ആയുഷ് സിസ്റ്റം ഇൻ ടു ഹെൽത്ത് കെയർ സിസ്റ്റം is lacking despite their popularity among rural and tribal population. സോ ആയുഷ് സിസ്റ്റം കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് എവിടെയാണ്? System is lacking, കുറവ്, despite their population among the rural and tribal population. So വേണ്ട ആൾക്കാർക്ക് സാധനം കിട്ടുന്നില്ല. അപ്പോൾ അവർ ലാക്കിംഗ് ആണ്, അവർ കുറവാണ്. അതും ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഡെവലപ്മെന്റ്, ലാക്ക് ഓഫ് ഡെവലപ്മെന്റ് ആയിരിക്കും. ഹെൽത്ത് കെയറിന് കുറവുണ്ടാവും, NGOസിന് കുറവുണ്ടാവും, അതേപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റി തന്നെ കുറവായിരിക്കും അല്ലേ? സോ ഇതൊക്കെ നമുക്ക് ചലഞ്ചസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കുറേ പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടം ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ, മാർജിനലൈസ് സൊസൈറ്റി ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് കൂടാതെ തന്നെ പബ്ലിക്കായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് ആ ഒരു മാർജിനലൈസ് സൊസൈറ്റിന്റെ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ലാക്ക് ഓഫ് വാക്സിൻസ്, ദെൻ ആ ഒരു അതോറിറ്റീന്റെ ബിഹേവിയർ, അതേപോലെ അവിടെ പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നാഷണൽ ഹെൽത്ത് മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ലോക്കൽ in national level. So national health mission and establishment of institutions at local and national level ലേക്കാണ് ഈ ഒരു വർക്ക്. അവിടെ വരെ ആ ലെവലിലേക്ക് വരെ ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ട്. സോ നാഷണൽ ഹെൽത്ത് മിഷൻ എസ്റ്റാബ്ലിഷ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ ആൻഡ് നാഷണൽ ലെവൽ. Initiative like Panchayat Raj Act emphasize building local government, emphasize building of local capacity, and new ministries established to promote research and urbanization of Ayush system. So Ayush system പറ്റി നല്ല രീതിയിൽ ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അവര് കൂടുതൽ അതിന് കാര്യം ഡെവലപ്പ് ചെയ്യാനും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. സോ അത്രയും കാര്യങ്ങളാണ് ഈ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്നൊരു ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ടോപ്പിക് എന്തായാലും കവർ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മിസ് ചെയ്യരുത്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു എപ്പിഡമോളജി, അതിലെ കേസ് സ്റ്റഡി എന്നിട്ട് വിട്ടുപോയിട്ടുണ്ട്. കേസ് സ്റ്റഡി എന്തായാലും പഠിച്ചിരിക്കണം. കുറേ ആ ഒരു കേസ് സ്റ്റഡീനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാനുണ്ട്, വിട്ടുപോയതാണ് കേട്ടോ, സോറി. ഓർമ്മ ഉണ്ടല്ലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആ ചലഞ്ചസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും വിട്ടുപോരുത്, കാരണം എനിക്ക് തോന്നുന്നു ഇനി വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പേപ്പർ നോക്കാം. അടുത്ത പേപ്പർ എന്താ? BA സോഷ്യോളജിന്റെ 173 റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ്. അതിലെ ബ്ലോക്ക് 2 തിയറീസ് ഇൻ ഡെവലപ്മെന്റ്, അതാണ് നമ്മളെ ആ ഒരു ബ്ലോക്കിന്റെ പേര്. അറിയാലോ, ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ഏതൊക്കെ യൂണിറ്റ് ആണ് ഇതിൽ നോക്കാം. മോഡേണൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ പണ്ടൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ് ഇല്ല അല്ലേ, ഈ മോഡേണൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഭാവിയിലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ അടുത്താണ് യൂണിറ്റ് 5
Perspective on Industrialization Development. Unit 6, World System Theory. Unit 7, Human and Social Perspective. Unit 8, Environmental Perspective. Unit 9, Feminist Perspective. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ചാപ്റ്റേഴ്സ്. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് അർബനിസം? ഹൗ is it different from urbanization? അർബനൈസേഷനിൽ എങ്ങനെ ഇത് മാറ്റം വരുന്നു, അതെങ്ങനെയാണ് നോക്കണ്ടേ? അപ്പോൾ അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം? ഗ്ലോബലൈസേഷൻ ആഡ് ചെയ്യണം, ഇൻഡസ്ട്രിയലൈസേഷനും ആഡ് ചെയ്യണം. ഓക്കെ, ആ രണ്ട് ടോപ്പിക്കും റെലവെന്റ് ആണ്. ഈ രണ്ട് ടോപ്പിക്കും വളരെ റിലവെന്റ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. So urbanization is a significant global phenomenon following industrialization. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട വേ ആട്ടോ പറഞ്ഞിരുന്നത്. ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അർബനൈസേഷനെ പറ്റി ചോദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ടോപ്പിക്കാണ്. അതേപോലെ ആ റെലവൻസ് എങ്ങനെയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ അർബനൈസേഷൻ എങ്ങനെയാണ് വരുന്നത്, ആ ഒരു പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെന്റ്, പോപ്പുലേഷൻ ഇൻവോൾവ്മെന്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എങ്ങനെയാണ് ആ ഒരു ജനങ്ങളിലേക്ക് എത്തുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. അങ്ങനെ വെച്ചാൽ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല എഴുതേണ്ടത്, സംഭവം സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. പക്ഷേ അത് എന്താ പറയുക, വെറുതെ വലിച്ചു വാരി എഴുതരുത്. പോയിന്റ് അത് സംഭവം വൃത്തിയായിരിക്കണം. പിന്നെ ഫാസ്റ്റിൽ എഴുതണം, പക്ഷേ എഴുതുന്ന കാര്യങ്ങൾ വൃത്തിയായിരിക്കണം. ഓക്കെ, so then we can see that involves people moving to cities from rural areas and encouraging his urban activities like trade, manufacturing and industry. So ഈ അർബനൈസേഷൻ എവിടെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് പീപ്പിൾസ് മൂവിങ് ടു സിറ്റീസ് ആൻഡ് റൂറൽ ഏരിയാസ്. അപ്പോൾ റൂറൽ ഏരിയാസിലേക്കും റൂറൽ ഏരിയ സിറ്റിയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അർബനൈസേഷൻ്റെ കാരണം, അല്ലേ? എൻഗേജിങ് ദ urban activities like trade, manufacturing, industry. So ആ ഒരു എന്താ പറയാ, involving people moving to cities from rural areas. So rural areas എങ്ങോട്ട് വരുന്നു? സിറ്റീസിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാട്ടോ. ലൈക്ക് ട്രേഡ്, മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രി. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? The process lead to the increase in urban population and changes in social structure. So നേരത്തെ ഈ 3 പോയിന്റില്ലേ, ട്രേഡ്, മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രി. സോറി, പെന്നൊന്ന് മാറ്റിക്കളാം, രണ്ടും പച്ചയാവുന്നു. ഈ ഒരു പോയിന്റിനകത്ത് ഈ ഒരു 3 ട്രേഡ്, മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രി, ഇത് വളരെ വൈഡാക്കി വിശദീകരിക്കണം. അവിടെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്, സോറി ഈ അർബനിസം വരുന്നത്, ട്രേഡിൽ എങ്ങനെ മെൻഷൻ ചെയ്യുന്നു, മാനുഫാക്ചറിങ് എങ്ങനെ മെൻഷൻ ചെയ്യുന്നു, ഇൻഡസ്ട്രിയിൽ എങ്ങനെ മെൻഷൻ ചെയ്യുന്നു, അതേപോലെ പോപ്പുലേഷൻ എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു, ഈ 4 പോയിന്റും ഒന്ന് വിശദീകരിച്ചാൽ നൈസായിരിക്കും. ഓക്കെ, the process lead to an increase in urban population and changes in social structure. So ഇത് എന്തിന് കാരണമാകുന്നു? ഇൻക്രീസ് അർബൻ പോപ്പുലേഷൻ കൂടുന്നു, അവിടെ റൂറൽ പോപ്പുലേഷൻ കുറയുന്നു, പല പ്രശ്നങ്ങളും കാരണമാകുന്നു. And it changes, അവിടെ എന്താ സംഭവിക്കുന്നത്? It changes the social structure നന്നായിട്ട് ചേഞ്ച് ആവും. ഇതാണ് വരുന്ന ചേഞ്ചസ്. പിന്നെ it signifies economical development and technological advancement. So എന്താ പറയുന്നത്? അത് എന്താ കൂട്ടിപ്പിരുന്നത്? ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, 2 തരത്തിലുള്ള ഡെവലപ്മെന്റ് ഇവിടെ കാണാം. സോ അവിടെ ഒരു സംഭവം മാറുന്നുണ്ടെങ്കിലും അവിടെ റൂറൽ ഏരിയാസിന് ആൾക്കാരും കൂടി എത്തുന്നുണ്ട്. സോ അവിടെ ചെറിയ പ്രശ്നങ്ങളും ഇവിടെ കാണാം. സോ സിഗ്നിഫൈ എക്കണോമിക്കൽ ഡെവലപ്മെന്റും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഇവിടെ ഗുണം ചെയ്യുന്നു. ഓഫൺ ലീഡ് ടു ചേഞ്ച് ലൈഫ് സ്റ്റൈൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. അല്ലേ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ലീഡ് ടു ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി ഒന്നാകെ മാറുന്നു. അല്ലേ, ജീവിതശൈലി ഒന്നായിട്ട് മാറുന്നില്ലേ? ആൾക്കാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുലിമുരുകൻ ഫിലിം കണ്ടിട്ടുണ്ടോ?
പുലിപെരിക്കിൻ്റെ അകത്ത് ഒരു രക്ഷപ്പെട്ട് ഡാഡി ഗിരിജന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ, ഡാഡി ഗിരിജന്റെ അവിടെ എത്തുമ്പം അവിടെ അവർ കാട്ടിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാ, റൂറൽ ഏരിയ ജീവിച്ച് വളർന്ന ആൾക്കാർ. അവർക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് അവർ ചോദിക്കുന്നുണ്ട് അടുപ്പ് കൂട്ടാണ്ടോ, അടുപ്പ് കൂട്ടാൻ ഇതൊന്നും എനിക്ക് ശരിയാവില്ല, അടുപ്പ് കൂട്ടാൻ നടക്കുള്ളൂ, ഗ്യാസും കൂട്ടൊന്നും ശരിയാവില്ല. സോ അവിടെ അവര് ഫോളോ ചെയ്ത ആ ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. സോ കൾച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്റ്റൈൽ വരെ മാറ്റം, പിന്നെ അവിടെ നിന്ന് ശേഷം അഡാപ്റ്റ് ചെയ്ത് വരികയാണ് അല്ലേ. ലൈഫ് സ്റ്റൈലും അതേപോലെ സോഷ്യൽ വാല്യൂസിന് അവർ ഫേസ് ചെയ്ത് പ്രശ്നങ്ങളും ചലഞ്ചസും ഒക്കെ മാറുകയാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയാണ് അല്ലേ ആ ഒരു കാലഘട്ടം. ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ഈ സോഷ്യൽ ഈ ഒരു റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും കൂടുതലും ലൈഫ് സ്റ്റൈലൊക്കെ മാറി കുറച്ചുകൂടി ടെക്നോളജിക്കലി ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. വളരട്ടെ അല്ലേ, ഡെവലപ്പിംഗ് ഇന്ത്യ വളരട്ടെ. ഇനി അടുത്തത് കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്താണ്? കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ഫ്ലോ ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അപ്പൊ അർബൻ റൂറൽ ഏരിയാസിലാണ് എന്ത് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് വരുന്നത്. ഇമ്പാക്ട് അവിടെ എന്താ ഇമ്പാക്ട് ചെയ്യുന്നത്? ഇമ്പാക്ടിങ് ബിഹേവിയറൽ പാറ്റേൺ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഇമ്പാക്ടിങ് എന്ത്? ബിഹേവിയറൽ പാറ്റേണും സോഷ്യൽ ഓർഗനൈസേഷനും ചേഞ്ച് വരുന്നു. ഓക്കെ. Birth concept of urbanism focus on traits and define city life such as size, density, heterogeneity. Urbanization lead to specific behavioral pattern with moral changes associated with city life. So, ആ നഗരജീവിതം അല്ലെ, നഗരജീവിതത്തിനെ പറ്റി ഡിഫൈൻ ചെയ്യാം അവിടെ. എന്താ ബർത്ത് കോൺസെപ്റ്റ്? നമ്മളെ ക്രിട്ടിക്കായുള്ള ബർത്ത് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് എങ്ങനെയാ? Concept of urbanism focused on the traits and define city life. സിറ്റി ലൈഫിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന, ട്രെയിൻസിനെ പറ്റി ആ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി ഡിഫൈൻ ചെയ്യാം. സച്ച് ആസ് സൈസ്, ഡെൻസിറ്റി, ഇതിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ആൻഡ് ഹെട്രോജിനിറ്റി, അർബനൈസേഷൻ ലീഡ് ടു. അപ്പൊ ഇതിലൊക്കെ മാറ്റം വരുമ്പോൾ എവിടെ എന്ത് പ്രശ്നം വരുന്നു? അർബനൈസേഷൻ ലീഡ് ടു സ്പെസിഫിക് ബിഹേവിയറൽ പാറ്റേൺ ആൻഡ് മോറൽ ചേഞ്ചസ്. അവിടെ മൊത്തം ചേഞ്ചാണ് കാണുന്നത്. ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദ സിറ്റി ലിവിങ്. ആ ഒരു നഗരജീവിതം അല്ലെ, നഗരജീവിതത്തിൽ ജീവിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ ഇവിടെ നന്നായിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ കോസ് ഓഫ് അർബനിസം ആൻഡ് ഡിഫറെന്റ് ഫ്രം അർബനൈസേഷൻ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി വാട്ട് ഈസ് മോഡേണൈസേഷൻ തിയറീസ്? മോഡേണൈസേഷൻ തിയറി എന്താ നോക്കണ്ടേ? Modernization theory emerged in the 1950s. 1950കളിലാണ് എന്ത് മോഡേൺ തിയറി തുടങ്ങിയിട്ടുള്ളത്. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിനെ സ്റ്റാർട്ടിങ് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഒറ്റ മിനിറ്റ്, കമന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാ? Hello, hi. So, what is modernization theory? Modernization theory എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. Modernization theory emerged in 1950. 1950കളിലെ 60കളിലാണ് ഇത് തുടങ്ങിയത്. മോഡേണൈസേഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ, കവർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡെവലപ്പിംഗ് കൺട്രീസ് പ്രോഗ്രസ്. എങ്ങനെയാണ് ആ ഒരു കൺട്രി പ്രോഗ്രസ്, ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വ്യൂ ഡെവലപ്മെന്റ് ആൻഡ് ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ ലൈഫ് സ്റ്റൈൽ ഫേവറിങ് വെസ്റ്റേൺ കൾച്ചർ. സോ ആ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. ഇറ്റ്സ് വ്യൂ ഡെവലപ്മെന്റ് ഓഫ് ഷിഫ്റ്റ് ഫ്രം ട്രഡീഷൻ, ഒരു ട്രഡീഷണൽ മാറ്റം. മോഡേണൈസേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു റോളിനല്ലേ, അതേപോലെ ആ ഒരു ട്രഡീഷണൽ മാറ്റം അനിവാര്യമാണ് അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു നോക്കിയോ, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ടോപ്പിക് വരാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഒരു ട്രഡീഷണൽ ചേഞ്ച് വരുന്നത്? പല തരത്തിൽ ചേഞ്ച് വന്നിട്ടില്ലേ.
ട്രഡീഷൻ മൊത്തം മാറിയിട്ടുണ്ട്. കല്യാണങ്ങൾ വരെ മാറിയിട്ടുണ്ട് അല്ലേ, പ്രണയങ്ങൾ വരെ മാറിയിട്ടുണ്ട്. അരികെ ആപ്പ് ഇല്ലാണ്ട് പ്രണയം ഇല്ലാന്നായിട്ട്. അതേപോലെ ഫുൾ ട്രോൾസിലേക്ക് വരുന്നുണ്ട്. ട്രഡീഷൻ മാറി. ഇതൊന്ന് പല തരത്തില് എന്താ പറയാ, എഡ്യൂക്കേഷൻ ലെവലിൽ വരെ പലതരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആൾക്കാർ ആറ്റിറ്റ്യൂഡിന്റെ കാലമല്ലേ, ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്ന ആൾക്കാരാ. സോ let's view development as a shift from tradition to modern lifestyle favoring western culture. അപ്പോൾ വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഇവിടെ ഉണ്ട്. So let's view development from shift from tradition to modern lifestyle favoring western culture. വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്തായാലും എഴുതി വെക്കണേ. ആ ഒരു മാറ്റത്തിന് കാരണമായത് ആരാണ് എന്നാണ് എഴുതിക്കുന്നത്. Then we can see James O'Connor defined modernization as a transformation of tradition societies into technological advancement. അപ്പോൾ ട്രഡീഷൻ സൊസൈറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ മക്കളെ. ഞാൻ അതാ അത്രയ്ക്ക് വൈഡാക്കി തരുന്നത്, നിങ്ങൾ പഠിക്കേണ്ട സാധനം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫാസ്റ്റ് പോയിക്കൂടെ അല്ലേ? വളരെ സ്ലോ ആയിട്ട് എടുക്കണേ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷൻ സൊസൈറ്റി ഇൻ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. മോഡേണൈസേഷൻ 3 suggests that third world countries could develop through capitalist economic mechanism. സോ ഇവർ പറയുന്നത് എന്താ, മോഡേണൈസേഷൻ തിയറിസ്റ്റ് അവിടെ ചില തിയറിസ്റ്റും ഉണ്ട്. അവർ ഉണ്ടാക്കി വെച്ച തിയറി പറയുന്നത് തിയറീസ് ഡെവലപ്പ് ദാറ്റ് third world countries could develop through capitalist economic mechanism. അപ്പം ഇത് വരുന്നത് ഡെവലപ്പ് ത്രൂ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് മെക്കാനിസം ത്രൂ ആണ് ഈ മോഡേണൈസേഷൻ തിയറി വരുന്നത് അല്ലേ. ദെൻ ഇത് ഇനിയും ഡിഫൈൻ ചെയ്യാനുണ്ട്, വളരെ വൈഡാക്കി ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പം മോഡേണൈസേഷൻ തിയറീസ് ഓഫർ സൊല്യൂഷൻ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ലെസ് ഡെവലപ്ഡ് നേഷൻ. അപ്പോൾ വളരെ ഡെവലപ്ഡ് അല്ലാത്ത ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലാണ് ഈ മോഡേണൈസേഷൻ തിയറി കുറച്ചുകൂടി എഫക്റ്റ് ആവുക. തിയറീസ് ഓഫർ സൊല്യൂഷൻ ഫോർ എക്കണോമിക്. സോ ഇവിടെ വരുന്ന രണ്ട് മെയിൻ പോയിന്റ് ആണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഈ രണ്ട് കാര്യങ്ങളിലും വരുന്ന ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നേരത്തെ പറഞ്ഞ ഒന്നും ഡിഫൈൻ ചെയ്യാണ്. ഈ അതിന് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആ ഒരു ആൻഷ്യൻ എമർജൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതേപോലെ ഇവിടെ കൊണ്ടുവന്ന തിയറീസ് ആരൊക്കെയാണെങ്കിൽ തിയറീസ് കൊണ്ടുവന്ന ആൾക്കാർ ജെയിംസ് കോളിന്, അതേപോലെ ടെക്നോളജിക്കൽ എങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, അതേപോലെ എന്താ പറയുക തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഇൻവോൾവ്മെന്റ്, ആ ഡെവലപ്മെന്റ് മെക്കാനിസം ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ തിയറി. പിന്നെ അവിടുന്ന് നമുക്ക് ഓരോ പോയിന്റ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓരോന്നായിട്ട് എന്തൊക്കെയാ നോക്കാം. ദ ഐഡിയൽ ആൻഡ് ടിപ്പിക്കൽ മെത്തേഡ് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇത് പോയിന്റ് മാത്രമാണ് ഡിഫൈൻ ചെയ്യാനുണ്ട്, അത് ടെക്സ്റ്റിലുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. Then diffusion of accuration approach, diffusion or accuration method. Then psychological approach. ഈ 3 അപ്രോച്ചും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ diffusion of accuration approach. Then what is the debate within ecofeminism? So what is the debate within ecofeminism which different from critic of development and divert? So ഇപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോഴത്തെ സൊസൈറ്റി മോഡേൺ സൊസൈറ്റിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എക്കോ ഫെമിനിസം. ഈ ഒരു ടോപ്പിക് വിട്ടു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്, മറന്നു പോകരുത് കേട്ടോ. സോ ഇതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കണ്ടേ ഈ ഒരു മോഡേൺ വേൾഡിൽ അല്ലെ. ഫെമിനിസം, എക്കോ ഫെമിനിസം എങ്ങനെയാണ്. എക്കോ ഫെമിനിസം ഇപ്പോഴും PG വരെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് എക്കോ ഫെമിനിസം. സോ അവരുടെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഈ ഒരു വിഷയം പഠിച്ചില്ലെങ്കിലും ഈ ഒരു ടോപ്പിക് കവർ ചെയ്തിരിക്കണം. എന്താണ് എക്കോ ഫെമിനിസം എന്ന് നോക്കണ്ടേ. So what is the debate within ecofeminism and which critic of development derived? So ecofeminism emerged
ആസ് എ റെസ്പോണ്ട് ടു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബോത്ത് women ആൻഡ് നേച്ചർ. അപ്പോൾ വുമൺ ആൻഡ് നേച്ചറിന്റെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനെ പറ്റി പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. സിങ് പാരലൽ ബിറ്റ്വീൻ ടു, അവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെ ഒരു കോമ്പിനേഷൻ എന്നും വേണം പറയാം. It challenges patriarchal view that links women to nature, emotion and tradition, while men are associated with the reason of civilization and modernity. ഈ സാധനം മറന്നു പോയിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് പഠിച്ചു വെച്ചോ ഈ ഒരു പോയിന്റ്. എന്താണത്? ഇറ്റ് ചലഞ്ചസ് എക്കോ ഫെമിനിസം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാ? പാട്രിയാർക്കിയൽ വ്യൂ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താ പറയാ, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. So patriarchal view that links women with nature. അപ്പോൾ നേച്ചർ ആയിട്ടുള്ള കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷൻ ആൻഡ് ദ ട്രഡീഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. വൈൽ മെൻ ആർ അസോസിയേറ്റഡ് വിത്ത് ദ സിവിലൈസേഷൻ ആൻഡ് മോഡേണിറ്റി. അപ്പം ആണുങ്ങളെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മോഡേണൈസേഷൻ ആയിട്ട്, ആ ഒരു എന്താ പറയാ ന്യൂ ടെക്നോളജിക്കൽ അങ്ങനെ രീതിയിലേക്കാണ് ഡെവലപ്പ്, അതിനെതിരെ പ്രവർത്തിച്ചിട്ടാണ് കേട്ടോ അവര്. സോ എക്കോ ഫെമിനിസം ആർഗ്യൂഡ് ഫോർ essentialism, claiming women's closeness to nature. അപ്പോൾ വുമന്റെ ആ ഒരു നേച്ചറായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറച്ചുകൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് എക്കോ ഫെമിനിസം എമേർജ് ചെയ്തിട്ടുള്ളത്. ഈ എക്കോ ഫെമിനിസം തുടങ്ങിയ ആൾക്കാരൊക്കെ പറ്റി കുറേ പഠിക്കാനുണ്ട്, കുറേ വൈഡ് ഏരിയ ആണ്. അതിന് വൈഡാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടൂല. Women's closeness to nature stem to their feminine essence and the material instinct. The diversion of labor. Their women traditionally perform tasks like household chores, tending nature, contributing their environment awareness. So അവർ ആ ഒരു കാറ്റഗറൈസ് ആക്കി വെച്ചതിനെ പറ്റിയാണ് പറയുന്നത്. Women are traditionally performing tasks like household chores. So എങ്ങനെയാണ്? Like household chores and tending to nature, contribute their environment awareness. അവിടേക്കാണ് ഇത് പോകുന്നത്. സോ ഇതാണ് മെയിനായിട്ട് ദ റിലേഷൻ ഓഫ് ലൈഫ്. എങ്ങനെയാണത്? എക്കോ ഫെമിനിസം ലൈക്ക് വന്ദന ശിവ see Western development as a form of colonization, exploitation, unsustainable industrial practices to global south. സോ എക്കോ ഫെമിനിസ്റ്റിൻ്റെയും അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനൊക്കെ പറ്റിയിട്ട് പഠിച്ച, അതേപോലെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് വന്ദന ശിവ. അതേപോലെ കുറേ ആൾക്കാരുണ്ട് എക്കോ ഫെമിനിസത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാർ. വെസ്റ്റേൺ ഡെവലപ്മെന്റ് ആസ് എ ഫോം ഓഫ് കോളനൈസേഷൻ, എക്സ്പ്ലോയിറ്റിംഗ് അൺസസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ് ടു ഗ്ലോബൽ സൗത്ത്. സോ ഇത് എന്താ ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റിംഗ് അൺസസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ് ടു ഗ്ലോബൽ സൗത്ത്. ഇതാണ് അവർ ചെയ്യുന്നത്. ദെൻ ഇനി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക് ചെയ്തിരുന്നു മോഡേണൈസേഷൻ. ഈ റീതിങ്കിങ് ഡെവലപ്മെന്റ് അകത്ത് പറഞ്ഞ പോയിന്റ്സ്. ഇനി നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അടുത്ത പേപ്പറാണ്. BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബ്ലോക്ക് 2 ആണ് നോക്കുന്നത്. ബ്ലോക്ക് 2 എന്താ? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ആന്ത്രപ്പോളജി ആൻഡ് ടൂറിസം ആണ്. The political economy of tourism, the tourism was heritage cities, tangible and intangible heritage, ecotourism, new direction of anthropology of tourism. ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ വന്ന സെക്കൻഡ് ബ്ലോക്കിൽ വന്നിട്ട് ആന്ത്രപ്പോളജിന്റെ here we can see that question എങ്ങനെയാണ്? What are the goal of tourism policies during 90s? എന്താണ് അവർ നേടിയെടുത്ത്, അവർക്ക് വേണ്ടത് ഗോൾസ് എന്താണ്, അവരെ ടാർഗറ്റ് എന്താ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടൂറിസത്തിനെ പറ്റി എന്താണ് ആ ഒരു ബ്രാഞ്ച് എന്താണ് സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങിയിട്ടോണ്ടി കേട്ടോ. മനസ്സിലായോ? സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട, അതേപോലെ എമർജൻസി എങ്ങനെയാണ് തുടങ്ങിയിട്ട, അപ്പൊ തന്നെ മാർക്ക് വരും. അപ്പൊ എന്ത് മനസ്സിലാക്കും? ഇവൻ അത്യാവശ്യം ഒരു കില്ലാടിയാണെന്ന് വിചാരിക്കും എഴുതിവൻ. കാരണം കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കും. എന്തായാലും ഒരു ഫുള്ള് വായിക്കാനൊന്നും പോകുന്നില്ല. മെയിൻ സാധനങ്ങൾ അന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, പക്ഷെ തെറ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. അനുഭവമുള്ള എന്താ പറയാ, തെറ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്.
So here we can see tourism is a major source of foreign exchange for developing countries. എന്താണ് source of foreign exchange for developing countries and contributes significantly to the balance of payment for developing countries. So tourism is a major source, ഒരു മേജർ സോഴ്സ് ആട്ടോ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലെ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂട്ട് അവരെന്താ ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻറ്റ് ടു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെവലപ്പിംഗ് കൺട്രീസ്. While tourism is often praised for its economical benefits, focusing solely on monetary gains can overlook negative social, cultural and environmental impacts. അപ്പോൾ ഈ ടൂറിസം എവിടെയൊക്കെ ഇമ്പാക്ട് വരുന്നുണ്ട്, ഇന്ത്യൻ ടൂറിസത്തിനെ പറ്റി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എഴുതേണ്ടി വരും. സോ ഓവർലുക്കിംഗ് നെഗറ്റീവ് കൾച്ചറൽ സോഷ്യൽ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് ആണ് ടൂറിസത്തിൽ വരുന്നത്. സോ ടൂറിസം ഓഫൺ പ്രൈസ് ഫോർ ഇറ്റ്സ് എക്കണോമിക്കൽ ബെനിഫിറ്റ്സ് ഫസ്റ്റ് ആൻഡ് മോണിറ്ററി ഗെയിൻസ്, ഇതൊക്കെയാണ് ഇത് വരുന്നത്. There are need to address, so എന്താണ് ഇവരുടെ ഉദ്ദേശം, needed to address poverty, inequality, underdevelopment within the between nations which discuss the impact of tourism. So they have to know about the between the underdevelopment within between the nations with the discussion the impact of tourism. Okay, it highlights the need to understand the underlying mechanism of inequality and marginalized in the tourism industry, particularly in the third world economy, promoting tourism and development strategy. So ഇതാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് വരുന്നത്. സോ ടൂറിസം എന്ന് പറയുമ്പോൾ അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് ഒന്നും ഇതിനകത്ത് എഴുതരുത്, കാരണം അവര് വാട്ട് ഇസ് ദ ഗോൾ എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. സോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഹൈലൈറ്റിംഗ് ദ നീഡ് to understand underlying mechanism of inequality and marginalization in the tourism. So the third world economic promoting tourism as a development of strategy, ഈ പോയിന്റും ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഷൻ ആയിട്ട് എഴുതി വെക്കുക. In third world economic promoting tourism as a development strategy ആയിട്ട് തേർഡ് വേൾഡ് അങ്ങനെ കണക്കാക്കുന്നുണ്ട് ടൂറിസത്തിന്. അപ്പൊ ആ രീതിയിൽ ഒരു സ്കോപ്പ് കിട്ടുന്ന ഏരിയ ആണ് എന്ത്, ടൂറിസം അല്ലേ? Okay, then defining heritage tourism. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എഴുതണ്ടേ അല്ലേ? Heritage in tourism refers to the landscape, buildings, artifacts and tradition passed down through generation existing at the global nation, regional and local level. അപ്പോൾ പല തരത്തിലേക്ക് ഇതിൽ നീങ്ങാം. Heritage in tourism refers as a landscape, buildings, artifacts and tradition passed down through generations. അപ്പോൾ ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിറ്റേജ് ഇൻ ടൂറിസം റെഫേഴ്സ് ആസ് എ ലാൻഡ്സ്കേപ്പ്, ബിൽഡിംഗ്സ്, ആർട്ടിഫാക്ട്സ് ആൻഡ് ട്രഡീഷൻ passed down through generations existing ഗ്ലോബൽ, നാഷണൽ, റീജിയൽ ആൻഡ് ലോക്കൽ ലെവൽ. അപ്പോൾ പല തരത്തിൽ ഇതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പല തരത്തിൽ എങ്ങനെ എക്സിസ്റ്റിംഗ് ത്രൂ ഗ്ലോബൽ, നാഷണൽ, റീജിയൻ ആൻഡ് ലോക്കൽ ലെവലിലേക്ക് ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബോത്ത് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്. സോ ഇതിന് രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. സെർവിങ് ദ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് വൈൽ ഓൾസോ ബീങ് ഫങ്ഷനിങ് കമ്മ്യൂണിറ്റി. സോ ഹിയർ വി ക്യാൻ സീ അതിൽ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, വൈൽ ഓൾസോ ബീങ് ഫങ്ഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ. ആൻഡ് ഡിഫറെന്റ് പീപ്പിൾ പെർസ്പെക്റ്റീവ് ഹെറിറ്റേജ് ഡിഫറെന്റ്ലി. അപ്പം പല ആൾക്കാരും പല തരത്തിലാണെങ്കിൽ ചിന്തിക്കുക, അവരുടെ തോട്ട്സ് അതൊക്കെ ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഫോർ ടൂറിസം industry heritage sites are core production sold to visitors. So ഇത് എന്താണ്, സൈറ്റ് ആർ കോർ പ്രൊഡക്ഷൻ സോൾഡ് ടു വിസിറ്റേഴ്സ്. സോ അതിന്റെ സ്കോപ്പാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഇൻഡസ്ട്രിയുടെ, ടൂറിസം ഇൻഡസ്ട്രിയുടെ സ്കോപ്പാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. The attractiveness of heritage as a commodity has led to the increase in areas promoting as heritage destination. The attractiveness of heritage, ആ ഹെറിറ്റേജിന് അട്രാക്റ്റീവ്സ്, ആ ഒരു
ആ ഒരു കോൺടാക്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ആസ് എ കമ്മോഡിറ്റി ഹാസ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഏരിയാസ് പ്രൊമോട്ടിംഗ് ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻ. ആ ഒരു ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻസിന്റെ ഒക്കെ ഒരു പ്രൊമോഷൻ, അവരൊരു അവിടേക്ക് കൂടുതൽ നല്ല രീതിയിലൊരു ഇമ്പോർട്ടൻസ്, അവിടെ ഒരു എന്താ പറയാ, ഒരു ഇൻക്രീസിങ് അവിടെ കാണാൻ സാധിക്കും. എന്തിന്റെ? ആസ് എ ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻസിന്റെ ഒക്കെ. ഇനി എക്കോ ടൂറിസം എന്താ നോക്കണ്ടേ? എക്കോ ടൂറിസം. സോ വാട്ട് ഇസ് എക്കോ ടൂറിസം ചോദിക്കില്ല, ഡിഫൈൻ എക്കോ ടൂറിസം ആൻഡ് ദ അതർ ആസ്പെക്ട്സ് ഓഫ് എക്കോ ടൂറിസം. അങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതും? എക്കോ ടൂറിസം വാസ് ഫോർമലി ഡിഫൈൻഡ് ആസ് എ ഹെറ്റോസിൽബിലസ് ruxane as an environment responsible to travel to natural areas promoting conservation and benefits of local communities. അപ്പോൾ എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ അധികം വിശദീകരിക്കേണ്ട, ഈ പറഞ്ഞ പോയിന്റ് അധികം എഴുതണ്ട. ഇറ്റ് വാസ് ഫോർമലി ഡിഫൈൻഡ് ആസ് എ ഹെറ്ററോകെർലാബസ് ലുക്സീൻ ആസ് എ എൻവയോൺമെന്റ് റെസ്പോൺസിബിൾ ടു ട്രാവൽ ടു നാച്ചുറൽ ഏരിയാസ് പ്രൊമോട്ടിംഗ്, എന്താണ് ഉദ്ദേശം? എന്താ? പ്രൊമോട്ടിംഗ് കൺസർവേഷൻ ആൻഡ് ബെനിഫിഷ്യൽ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. Various definitions emphasizes environment conservation, profitability for host communities and self-sustainability as a key. So, ഇതിനകത്ത് എൻവയോൺമെന്റൽ കൺസർവേഷനും അതേപോലെ അവിടെ നടക്കുന്ന ആ കമ്മ്യൂണിറ്റിയും അതൊക്കെ എന്തായാലും കൺസിഡർ ചെയ്യാന്ന് ഒരു കീ ക്രൈറ്റീരിയ, എക്കോ ടൂറിസത്തിന്റെ കീ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. Then, anthropologists can play a crucial role in planning the implement tourism project. So, anthropologists-നെ പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ വളരെ സിമ്പിൾ ആക്കിയ സാധനമാണ്. ഇത് വൈഡ് ആക്കാനുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് വളരെ കുറച്ചുകൂടി റെലവെന്റ് ആക്കിയിട്ട് തന്നതാണ് കേട്ടോ. സോ ആന്ത്രോപോളജിസ്റ്റിന്റെ ഒരു ക്രൂഷ്യൽ റോൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ ടൂറിസം പ്രൊജക്റ്റില് ആൻഡ് ഐഡന്റിഫൈങ് ലോക്കൽ നീഡ്സ്. ഉദ്ദേശം നോട്ട് ചെയ്ത് നോക്കാം. ഐഡന്റിഫൈങ് ലോക്കൽ നീഡ്സ് ആൻഡ് ഡിസൈനിങ് സസ്റ്റൈനബിൾ ഫോംസ് ഓഫ് ടൂറിസം. ഓക്കെ. Then tourism involves engaging with both natural surroundings and indigenous culture. So ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെച്ചോ, natural surroundings and indigenous culture. But tourism may only have superficial interest in local communities. So tourism may have only have a superficial interest in social communities. So social community ഉണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റും കൂടി എഴുതി വെക്കേണ്ടതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ കുറച്ചെങ്കിലും? ഇനി നമ്മൾ ഈ ഗവേണൻസിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ ഗവേണൻസ്? ഏതൊക്കെ പാഠങ്ങളാണുള്ളത്? ബ്ലോക്ക് 2 ഉള്ളത് നോക്കണ്ടേ? വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ തരുന്നത്. സോ യൂണിറ്റ് 1 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, യൂണിറ്റ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 ഈ ഗവേണൻസ് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, legal and policy framework from ICT and e-governance, role of ICT in administration. ഇതൊക്കെ മെയിനായിട്ട് ഈ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയി വരാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ഒരു ഏരിയ ആണിത് ICTന്റെ. എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ, അതാണ് നമ്മളെ ആ ഒരു ബ്ലോക്കിന്റെ പേര് കേട്ടോ. അപ്പോൾ ബ്ലോക്കിന്റെ അല്ല, സോറി, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? ഇന്ത്യൻ ടെക്നോളജിയിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എഴുതും മക്കളെ? സോ ഇവിടെ ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആ ഹിസ്റ്ററി ചെറുതായിട്ടൊന്ന് എഴുതണം. In 1970, the Indian government established the Department of Electronics, recognizing and growing importance of electronics. So electronicsന്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എവിടുന്നാണ്, അതൊക്കെ നന്നായിട്ട് എഴുതി വെക്കുക. And in early 1980s, computers were limited to few organizations. So 1980 എന്താണ്? Computers were limited to few organizations. So in 1980s, computers were limited in few organizations. വളരെ കുറവായിരുന്നു അന്ന്.
അപ്പോൾ ആ ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റ് ആ ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ബട്ട് ദ അഡ്വെന്റ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എക്സ്പാൻഡ് യൂസ് ഓഫ് ഗവൺമെൻറ് ഓഫീസേഴ്സ്. അവിടെ പിന്നെ എന്ത് സംഭവിച്ചു? പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അവിടെ കുറച്ചുകൂടി എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. അവിടെ ഒരു ആൾക്കാർ കൂടുതൽ അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതോടെ എന്തിന് യൂസ് ചെയ്യുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ലേറ്റ് 1980s അപ്പോൾ 1980കളിൽ എന്ത് സംഭവിച്ചു? ഗവൺമെൻറ് ഓഫീസേഴ്സ് ഹാഡ് കമ്പ്യൂട്ടേഴ്സ് പ്രൈമർലി ദ വേർഡ് പ്രോസസ്സിംഗ് ബെറ്റർ സോഫ്റ്റ്വെയർ എനാബിൾഡ് ദ ഫങ്ഷൻസ് ലൈക്ക് ഡാറ്റാ ബേസ് മാനേജ്മെന്റ്. സോ അഡ്വാൻസ്ഡ് ആയി കുറച്ചുകൂടി ആൾക്കാർ അവയർഡ് ആയി തുടങ്ങി, ടെക്നോളജി ഡെവലപ്ഡ് ആയി അല്ലേ. 1980കളിൽ എന്ത് സംഭവിച്ചു? കമ്പ്യൂട്ടർ തുടങ്ങി, ബെറ്റർ സോഫ്റ്റ്വെയർ തുടങ്ങി, അത് ഫങ്ഷൻ ലൈക്ക് ഡാറ്റാ ബേസ് മാനേജ്. ഇതൊക്കെ എവിടെ തുടങ്ങി? ഗവൺമെന്റ് സെക്ടേഴ്സിൽ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഡെവലപ്ഡ് ആയതാണ് ഈ ഇലക്ട്രോണിക്സിലേക്ക് കേട്ടോ. The District Information of System DINC program aimed to computerize all district offices, offering free hardware and software to state government. So ഇത്ര അഡ്വാൻസ് ആയി സ്ഥിതിക്ക് ഗവൺമെന്റ് കൂടി കുറച്ചുകൂടി അതോറിറ്റി എത്തിക്കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് information center offered free hardware and software to state government. അങ്ങനെയുണ്ട്, നല്ല രീതിയിൽ അടിപൊളിയാവണില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഡെവലപ്പ് ആയി. the task of force recommended operation knowledge to promote. അങ്ങനെ ആ ലെവലിലേക്കും ഓപ്പറേഷൻ നോളജ് കൂടുതൽ ആൾക്കാർ എത്തി തുടങ്ങി. ടെക്നോളജിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ആൾക്കാർ കൂടുതലും ക്യാച്ചപ്പ് ആകാൻ തുടങ്ങി. Then we can see computer literacy of IT use education. So നേരത്തെ പറഞ്ഞ ഒരു ഈ IT വേൾഡിൽ ആൾക്കാർ കൂടുതൽ അറിയാൻ തുടങ്ങി. IT വേൾഡ് എന്താണ്, അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ആൾക്കാർ അറിയാൻ തുടങ്ങി. ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്ക്, ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് IT മേഖല അല്ലെ. അത്ര രീതിയിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. By 2000, the government of India had identified 12 million agenda of e-governance. So e-governance now ഒരു എന്താ പറയുക പക്ക ഹൈപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ഓ ലിവേജിങ് ഓഫ് IT ഓഫ് e-governance. സോ അവിടെ ആൾക്കാർ ആ ഒരു കമ്മിറ്റ്മെന്റ്, ഇതിന്റെ ഒരു കമ്മിറ്റ്മെന്റ്, ആൾക്കാർ ഇതിനെപ്പറ്റി അഡ്വാൻസ് സ്റ്റഡി നടത്താനുള്ള ആ ഒരു ക്വെഞ്ചും ഇവിടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ മോഡൽസ് ഓഫ് ഇ ഗവേണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇ ഗവേണൻസിൽ യൂസ് ചെയ്യുന്ന മോഡൽസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ഇതിനെപ്പറ്റി ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, കോമ്പറ്റേറ്റീവ് അനാലിസിസ് മോഡലൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഈ അഡ്വക്കസി, മൊബിലൈസേഷൻ, ലോബി മോഡൽ, ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ, ഇതൊക്കെ ഓരോന്ന് പോയിന്റ് ആയിട്ട് എഴുതി അത് വൈറ്റാക്കേണ്ടതാണ്, നന്നായിട്ട് എഴുതേണ്ടതാണ്. പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഞാൻ പറഞ്ഞത് പോയിന്റ് ഒരു സ്ട്രക്ചറാക്കി എഴുതണം. ഒരു ബോഡി, ഇൻട്രോ ആൻഡ് കൺക്ലൂഷൻ ഇതിൽ മസ്റ്റാണ്. ഒരു 300 മാർക്കിന് എസ് ഒക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുക. ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടി നന്നായിട്ട് എഴുതുക. ഞാൻ പറഞ്ഞ നമുക്ക് എങ്ങനെയുണ്ട്, നമ്മളെ പെർസ്പെക്റ്റീവ് എന്താണ്, അതേപോലെ നേഷൻ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, നേഷൻ എങ്ങനെയാണ് കണ്ടത്, നമ്മൾ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നന്നായിട്ട് എഴുതുന്ന ബെറ്റർ. പിന്നെ ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതുക. കൺക്ലൂഷൻ, ഈ രണ്ടും കൂടി നമ്മൾ എന്ത് കണ്ടെത്തി എന്നും കൂടി എഴുതിയാൽ മാർക്ക് വീഴും. പിന്നെ കൂടാതെ മെയിൻ പോയിന്റ് അണ്ടർലൈൻ കൂടി ചെയ്താണല്ലോ സാധനങ്ങൾ കിട്ടും. ദെൻ സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഏത് മോഡൽസ് ഓഫ് ഇ ഗവേണൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, ഇതിനകത്ത് ഇനിയും സബ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഈ അലോജിക്കൽ, മൊബിലൈസേഷൻ, ലോബി മോഡൽ, ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഇനി അടുത്തത് റോൾ ഓഫ് ICT ഇൻ അഡ്മിനിസ്ട്രേഷൻ. ICT എന്താണ്? ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നതാണ്
ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് വന്നതാണ് എന്ത്? പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്ക് അതും സബ്മിറ്റ് ആയിട്ട് കുറേ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിളാണ് ഈ ഒരു പേപ്പർ, പഠിച്ചെടുത്ത് സിമ്പിളാണ് കേട്ടോ. സോ ഇൻഫർമേഷൻ സിസ്റ്റം, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, കണക്ടിവിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ വീഡിയോ കോൺഫറൻസിങ് ആൻഡ് സർവീസ് ഡെലിവറി. ഇതൊക്കെ ഈ ഒരു റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ICT എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു റോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇതിനകത്ത് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. റോൾ ഓഫ് ICT അതൊരു യൂണിറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ആ യൂണിറ്റ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇതിനകത്ത് നല്ല രീതിയിൽ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കാനുണ്ടെങ്കിൽ ടൈമിൻ്റെ കുറവുകൾ കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. സോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അധികം ഈ ഒരു വർഷം നഷ്ടപ്പെടുത്താതെ നന്നായിട്ട് പഠിച്ച് പാസ്സാവുക, നന്നായിട്ട് എഴുതുക. കാരണം നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെയാണ്, പബ്ലിക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കൂടുതൽ അവെയർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ചെയ്താൽ വിട്ടുപോയിട്ടുണ്ട്, എന്നാലും ഞാൻ എഴുതി കാണാം. കേട്ടിരുന്നതിന് എഴുതൂലേ. Thank you very much for listening my class.